ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ 8 നില പൊട്ടേ ഇപ്പം മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്ത സിനിമ ഹണ്ട് ഇതിൻ്റെ റിവ്യൂലോട്ടാണ്. ഈ പടത്തിനെ പറ്റി പറയുവാണെങ്കിൽ 1, 2, 3 ക്ലാപ്പ്. ഈ ക്ലാപ്പ് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കാണ്, കെ രാധാകൃഷ്ണൻ. ഇതിൻ്റെ പ്രൊഡ്യൂസർക്കാണ് ഈ ഒരു ക്ലാപ്പ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വലിയ ഒരു തൊലിഞ്ഞ ഒരു പടത്തിന് പൈസ മുടക്കിയതിന്. നിങ്ങൾക്ക് ഈ പൈസ കളയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പിള്ളേർക്കോ എന്തെങ്കിലും അനാഥ മന്ദിരത്തിനോ വല്ലോ അന്നദാനം വല്ലതും കൊടുത്തുകൂടായോ? ഇത് എന്തിനാ ഇത് കൊണ്ടുവന്ന്? ഇത് ഞങ്ങളുടെ പൈസ പിഴിയാനിരുന്നതായിരിക്കും, പക്ഷേ പാളിപ്പോയി. ഡയറക്ടർ ഒരു കാലത്ത് ലെജൻഡറി ഡയറക്ടറായ ഷാജി കൈലാസ്. ഷാജിയണ്ണ വണക്കമുണ്ട്. ഷാജിയണ്ണനോടൊരു റിക്വസ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ആനി ചേച്ചി റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടല്ലോ, ഇപ്പം കോവിഡ് ടൈമിലും കണ്ടാന്ന് തോന്നുന്നു. ആനി ചേച്ചി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റിസപ്ഷനായിട്ടോ ബില്ലിങ്ങോ ആ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്താൽ പോരെ? എന്തിനാ ഈ ഒരു സമയത്ത് ആ നരസിംഹം ഷൂട്ട് ചെയ്ത ക്യാമറയും കൊണ്ട് ഈ ഒരു സമയത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ പുള്ളിയുടെ കുറേ അളിഞ്ഞ ഷോട്ട് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. കുറേ അളിഞ്ഞ ഷോട്ട് ഇതിനകത്തും അതേപോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയെ പറ്റി പറയുവാണെങ്കിൽ, പുള്ളി ഒരുവിധം എല്ലാ പോലീസ് സ്റ്റോറികളും പുള്ളി ചെയ്തിട്ടുണ്ട്, ഷാജി കൈലാസ്. ഇപ്പം പണ്ടത്തെ ഒരു പോലീസ് ഉണ്ടല്ലോ, അതായത് പാവാട നിക്കറോട്ടുള്ള, അതായത് 83 മുമ്പുള്ള, 83 ശേഷമാണ് എല്ലാവർക്കും, കോൺസ്റ്റബിൾമാർക്കും എല്ലാവർക്കും പാൻ്റായത്. അതിന് മുമ്പ് ഓഫീസർമാർക്കുള്ളായിരുന്നു പാൻറ്റ്. അപ്പോൾ ആ സമയത്തൊക്കെ പാവാട നിക്കറായിട്ടുള്ള ആ ഒരു പോലീസ് സ്റ്റോറി മാത്രം പുള്ളി ചെയ്തിട്ടില്ല. പുള്ളിയുടെ ഷോട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എവിടെയൊക്കെ ഷോട്ട് കയറ്റാൻ വെക്കാൻ പറ്റുമോ അതെല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പം രണ്ടുപേരുന്ന് കാര്യം പറയുകയാണെങ്കിൽ വായിക്കകത്തോട്ടുള്ളൊരു ഷോട്ട്, ഇപ്പം ഇങ്ങനെ ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ ബട്ടൺ അകത്തോട്ടുള്ളൊരു ഷോട്ട്, ഇങ്ങനെയൊക്കെയാണ് പുള്ളി കൊണ്ടുവരുന്ന ഷോട്ട്. കുറേ അലവലാതി ഷോട്ടുകൾ, ഇതിനകത്തും കുറേ അലവലാതി ഷോട്ടുകളുണ്ട്. അപ്പോൾ ആ സമയത്ത്, അതായത് പാവാട നിക്കറായിട്ടുള്ള ആ പോലീസ് സ്റ്റോറി എടുത്തെങ്കിൽ എങ്ങനെയായിരിക്കും ഷോട്ട് വരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വാവ്! പടം തുടക്കം തൊട്ടേ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു രീതിയിലും ഒരു പുതുമയുള്ള ഒരു ഷോട്ട് പോലും കാണാൻ പറ്റാത്ത, ഇത് ഹൊറർ എന്നും പറഞ്ഞിട്ടാണ് പ്രൊമോഷൻ കൊടുത്തത്. എവിടെ ഹൊറർ? ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 55 മിനിറ്റ് എങ്ങാണ്ടുണ്ട് ഈ ഒരു പടം. പക്ഷേ കണ്ടിട്ട് എനിക്കൊരു 2 വർഷത്തെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. എന്തോ ലാഗ് അടിച്ച് 2 ദിവസം എടുത്താണ് ഈ ഒരു പടം കണ്ടുപിടിച്ചത്. പിന്നെ ഇത് OTT എടുത്തത് മനോരമ മാക്സ്. എന്തോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട്, അത് മനോരമ മാക്സിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് OTT റിലീസ് ചെയ്താന്ന് തോന്നുന്നു. എന്തിനാ ഇത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കാണാനേ കൊള്ളത്തില്ല, ഈ ഒരു പടം കാണാനേ കൊള്ളാത്തൊരു പടം. പിന്നെ അതിനകത്ത് രഞ്ജി പണിക്കർ വരുന്നുണ്ട്. പുള്ളി ചെയ്തേക്കുന്ന പാരാസൈക്കോളജിസ്റ്റ് ആയിട്ട് ആണ് ചെയ്തേക്കുന്നത്. ഭയങ്കര വെറുപ്പില്. തുടക്കം പുള്ളിയുടെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഇത് കാണിക്കുമ്പോൾ ഉറങ്ങണം, ഇതാണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ അതിനകത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്, എന്തോ കൂടുതൽ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. ഈ ഷൂട്ടിങ്ങിൻ്റെ ബ്രേക്ക് ടൈമിൽ കഴിച്ച ചായയുടെയും പപ്സും മൊത്തം പുള്ളിയുടെ മീശയിലുണ്ട്. അതേപോലത്തെ കണ്ടിന്യൂ മിസ്റ്റേക്ക്. ഇത് എന്തോ ഈ ഷാജി കൈലാസ് ഒരു സമയത്ത് നല്ല ഒരു ഡയറക്ടറായിരുന്നേ. താണ്ഡവം, നാട്ടുരാജാവ്, ബാബ കല്യാണി, ഇപ്പം അലിബായ്, റെഡ് ചില്ലീസ്, മദിരാശി, പിന്നെ കാപ്പ, കടുവ, ഇപ്പം ലേറ്റസ്റ്റ് എലോങ്, ഇതൊന്നും പടക്കക്കടയുടെ പേരല്ല, ഷാജി കൈലാസിൻ്റെ സിനിമയുടെ പേരാണ്. ഷാജി കൈലാസിനെ സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും വീര്യം കൂടിയ പടക്കങ്ങൾ കൊണ്ടുവരാനുള്ള ഇത് മനസ്സ് കാണിക്കുന്നുണ്ട്. അതിന് ഒരു ധൈര്യം, ആ ഒരു ധൈര്യത്തിന് ഒരു ക്ലാപ്പ് തന്നെ വേണം. അത് പിന്നെ പാവം ആനി ചേച്ചി, ഇപ്പം ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഇടയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ പുതിയ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അതിനുവേണ്ടിയുള്ള പൊങ്കാലയുടെ അത് ഹിറ്റാവണമെന്ന് പറഞ്ഞ് പൊങ്കാലയിടാന്ന് പറഞ്ഞിട്ട് പാവം ആനി ചേച്ചി പൊങ്കാലയിട്ടുണ്ട്. ഷാജി കൈലാസ് കൂടെ നിന്നാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളെല്ലാം TVക്കകത്ത് കണ്ടു കാണും. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇടേണ്ട ആവശ്യം വരത്തില്ല. ഇത് ആ ക്യാമറയെങ്കിലും, ആ നരസിംഹം ഷൂട്ട് ചെയ്ത് ആ ക്യാമറയെങ്കിലും ഒന്ന് മാറ്റി. പിന്നെ നിങ്ങളുടെ കുറച്ച് അലവലാതി ഷോട്ടുകൾ, ഈ അലവലാതി ഷോട്ടൊക്കെ എന്തിനാ എടുത്ത് വെച്ചേക്കും? നിങ്ങൾ ഇപ്പോഴത്തെ സിനിമയൊന്നും കാണാറില്ലേ? ആ ഒരു പരിപാടി ഇപ്പം നരസിംഹത്തിനകത്തൊക്കെ ഒത്തിരി ഷോട്ട് കാണിക്കുന്നു. ആ സമയത്ത് ഇത് കൊള്ളാം. ആ സമയത്ത് ഈ സമയത്തൊക്കെ ടെക്നോളജി മാറിയ സമയത്ത് ഇപ്പോഴും ആ പഴയത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിത് എന്തോ ഉദ്ദേശിക്കുന്നു മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിനകത്ത് ആക്ട്രസ്സായിട്ട് വന്നേക്കെന്ന് പറഞ്ഞാൽ പാവന. ഉള്ളത് പറയാലോ, ഒരു ഗതി പിടിക്കാത്തൊരു ആക്ട്രസ്സാണ് പാവന. ഇപ്പം മലയാളത്തിൽ ഗതി പിടിക്കാതിരുന്ന് പിന്നെ തെലുങ്കിൽ പോയി ശരീരഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി തെലുങ്കിൽ പോയി. ഇവർ മാത്രമല്ല, 2000-ന് ശേഷം ഇറങ്ങിയ കുറേ പേരുണ്ട്. അതായത്
മീര ജാസ്മിന്, പ്രിയ മണി ഇങ്ങനെയൊക്കെയുള്ള കുറേ അലവലാതി ആക്ട്രസ്മാരൊക്കെ തെലുങ്കിലൊക്കെ പോയി ശരീരഭാഗങ്ങൾ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്നിട്ട് ഇവരെയൊക്കെ ചൂലും കൊണ്ട് അടിച്ചോടിച്ച് അവിടെ നിന്നൊക്കെ വിട്ടിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വന്ന് നാണമില്ലാതെ വന്ന് പിന്നെ ആക്കിയിട്ടുണ്ട്. ഉള്ളത് പറയാലോ കാവ്യമാധവൻ മാത്രം ഉണ്ടായിരുന്നു ഇതിനൊന്നും പോവാത്തെ. അവരുടെ പരിപാടി ജീവിതത്തിലായിരുന്നു. പിന്നെ ഈ ഭാവനയുടെ വെറുപ്പില്ല, അയ്യോ എന്തൊരു വെറുപ്പീരില്ല. എനിക്ക് എന്തോ കങ്കുവയ്ക്കകത്ത് ഒരു റിവ്യൂ പറഞ്ഞ ഒരു ചേട്ടനുണ്ടല്ലോ, ഒരു കിങ്സിൽ പിടിച്ച് മോണ്ട ഇടിച്ച്, അതേപോലെ ഇവരെ പിടിച്ചെടുത്തിട്ട് ഹിമാലയം തൊട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനാപുരം അവിടം വരെയിട്ട് മോന്തയിട്ട് ഉറയ്ക്കാൻ തോന്നും, അതേപോലത്തെ വെറുപ്പിൽ. പിന്നെ ചില സീനിലൊക്കെ കാണുവാണെങ്കിൽ അരിപ്പൊടിയിൽ മോന്ത കുത്തി വീണേറ്റ കൂട്ടൊക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അയ്യോ എന്തോ അങ്ങനെ സ്റ്റോറി ഒന്നും ഇല്ല, അതിനകത്തൊന്നും ഇല്ല. ഹൊറർ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന ആരാ, ആനന്ദോ അങ്ങനെ കണ്ടു പറയുന്ന ഒരു വ്യക്തിയാണ് ചെയ്തത്. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് മനസ്സിലാവത്തില്ല. ഇതുപോലെ ടോർച്ചറിങ് ഇപ്പോൾ ഈ ഒരു പല ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമ ഇത് തിയേറ്ററിൽ ഇറക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു വട്ടം പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് തോന്നുന്നു എന്ത് ദുരന്ത പടമാണെങ്കിലും അപരാധം പടമാണെങ്കിലും ഒരു ഷോയെങ്കിലും തിയേറ്ററിൽ കളിപ്പിക്കും. ഇത് ഒരു ഷോയും കളിപ്പിക്കാതെ ആ വന്ന വണ്ടിക്കകത്ത് തന്നെ, തിയേറ്ററിലോട്ട് വന്ന വണ്ടിക്കകത്ത് തന്നെ ആ പെട്ടി തിരിച്ചു കൊണ്ടുപോയ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും തോന്നുന്നു. ഇത് എവിടെ ഓടിയെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെങ്ങും ഈ ഒരു പടം ഓടിയിട്ടില്ല. പക്ഷേ ഇത് എവിടെയെങ്കിലും ഓടിയിട്ട് ഈ സിനിമ കണ്ടവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ. അയ്യോ ഇപ്പം പാക്കും നമ്മുടെ രാജ്യവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പോൾ ഈ ഒരു CD, അതായത് ഈ ഹണ്ടിൻ്റെ ഒരു CD ഈ മറ്റേ ഭീകരരെ എല്ലാം കൂടെ പിടിച്ചിരുത്തി ഹൈജാക്ക് ചെയ്തിട്ട് കാണിക്കുവാണെങ്കിൽ ഒന്നീ അവർ തന്നെ അവർക്ക് ഇതിലും വലിയ ടോർച്ചർ ചെയ്യാനില്ല, ഒന്നീ അവർ തന്നെ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് സൂയിസൈഡ് ചെയ്യാനേ ഉള്ളൂ മാർഗം. അത്രയ്ക്കും ബോർ സിനിമ. ഈ ഒരു സിനിമ കണ്ട് തീർക്കുന്നതിനെക്കാട്ടും വലിയ ടോർച്ചർ ലോകത്തിലെങ്ങും ഇല്ല. അത്രയ്ക്കും വലിയ ടോർച്ചർ. ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമയിൽ സുരേഷ് കുമാർ വന്നിട്ടുണ്ട്, കീർത്തി സുരേഷിൻ്റെ തന്തപ്പടി. അപ്പോൾ ഈ കീർത്തി ഇയാളായിരുന്നു മെയിനായിട്ട് നിന്ന പ്രൊഡ്യൂസറിൻ്റെയൊക്കെ ഒരു മെയിനായിട്ട് നിന്നത് ഇയാളാണ്. അയ്യോ മലയാള സിനിമ കാണാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില്ല. എങ്ങനെ കാണാൻ ആളില്ലാത്ത ഇതുപോലത്തെ ഒരു തൊലിഞ്ഞ പടമൊക്കെ എടുത്ത് വെച്ചാൽ ആര് പോയി കാണുമെന്നാണ് വിചാരം. പിന്നെ ഇതിനകത്ത് പുള്ളിയും ഈ ഒരു സിനിമയിൽ അഭിനയിച്ച് വെറുപ്പിച്ചിട്ടുണ്ട്. ആക്ട്രസ് ഭാവനയോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമിത പ്രമോദിനെ കണ്ടുപിടി, ബ്രില്യൻറ്റ് ആക്ട്രസ്. കാരണം അവർക്ക് തന്നെ മനസ്സിലാവും ഇതുപോലെ ഗതി സിനിമയെ പിടിക്കത്തില്ല. അപ്പോൾ അവർ തന്നെ പോയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ആ സമയത്തും ഗതി പിടിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ടൈലർ ഷോപ്പോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പോ ഇതൊക്കെ തുടങ്ങിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ, നമിത പ്രമോദ് നിങ്ങൾ രണ്ടും കൂടെ ഒന്ന് പാർട്ട്ണർഷിപ്പ് ഇട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ഒന്ന് വലുതാക്കി നടത്തുവാണെങ്കിൽ അതുകൊണ്ട് ജീവിക്കാം. അല്ലാതെ ഇപ്പം പുതിയ പിള്ളേർ വരുന്നുണ്ട്, അവർക്ക് അവസരം കൊടുക്ക്. ഈ ഈ ഷാജി കൈലാസിൻ്റെ ഒക്കെ അഹങ്കാരം കണ്ട സിനിമ തകർന്ന് ഏടാ കൂടാന്നായി. എങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇതേപോലെയൊക്കെയുള്ള പടത്തിൽ കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ, അതിന് സമ്മതിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത്രയും കഴിവുള്ള കുറേ പിള്ളേർ വെളിയിൽ നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളിനി പടം ചെയ്യാതിരിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഇപ്പം ആനി ചേച്ചിയുടെ കൂടെ ബില്ലിങ്ങിലോ റിസപ്ഷനിലോ പോയിരുന്ന് സഹായിക്കുക. പാവം ആ ചേച്ചി എങ്ങനെ ഒറ്റയ്ക്ക് നടത്തുമല്ലോ, അവിടെങ്കിലും പോയി ഒന്ന് സഹായിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരിക്കലും കാണാൻ പറ്റാത്ത, ഞാൻ കണ്ട എൻ്റെ 2 GB കളഞ്ഞ ഒരു സിനിമയാണ് ഈ ഹണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇത് കാണണം. ഈ മനോരമ മാക്സ് ഇത് എടുത്തത് എന്തിനാണെന്ന് മനസ്സിലായില്ല. ടോർച്ചറിങ് പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.